ഇറാന്റെ ആക്രമണത്തെ അഭിനന്ദിച്ച് അറേബ്യൻ രാജ്യങ്ങൾ. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണം അത് അവസരോചിതപരവും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ലെബനാൻ അറബ് രാജ്യമാണ്, ഇറാൻ പേർഷ്യൻ രാജ്യമാണ്, അറബ് രാജ്യമല്ല. ഈ ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരം ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ അതിൽ ഇടപെടുകയും ലെബനാന് ഒറ്റക്കല്ല ഞങ്ങളുമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര ഇസ്രായേലിന് നേരെ നടത്തിയതിനെയുമാണ് അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഒന്നടങ്കം തന്നെ അഭിനന്ദിക്കുന്നത്. അത് അവർ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഏകാധിപത്യ സംവിധാനത്തിലൂടെ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ മിഡിൽ ഈസ്റ്റിന് മുഴുവനും അതൊരു ക്യാൻസറാണ്. ഇസ്രായേൽ ഒരു ക്യാൻസറായി ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് അത് ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവമാണ്. ഇനി ഭാവിയിലും സൈനികപരമായിരിക്കുന്ന ഭീഷണിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടർച്ചയായ രീതിയിൽ ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ട് അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാവുക എന്നുള്ളത് അനിവാര്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അല്ലാതെ മറ്റൊരു രാജ്യത്തിനും അത് സാധിക്കുകയില്ല. അപ്പോൾ അവർ പറയുന്ന രീതി ഇങ്ങനെയാണ്: ഇറാൻ രാജ്യം തങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അത് കുവൈത്തിനെയും ബഹ്റിനെയും സൗദി അറേബ്യയും UAEയും ഒമാനെ അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റേതായിരിക്കുന്ന കാരണങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രധാന ആയിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ആ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്നാണ് തങ്ങളെ ആക്രമിക്കുന്നത് എന്നാണ് ആ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ പറയുന്നത്. പക്ഷേ അത് ഇല്ല എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട രീതിയിലാണ് പലതരത്തിലെ ന്യായീകരണങ്ങളൊക്കെ അറേബ്യൻ രാജ്യത്തിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരതൊട്ടൊന്നും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ സംസാരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ധൈര്യം അവർ കാണിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കാണിച്ചല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് അവർ കാണുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള, ബുദ്ധിശക്തിയുള്ള, സാമ്പത്തിക മുന്നേറ്റമുള്ള, ലോകത്തെ ആരെയും കീഴ്പ്പെടുത്താൻ ശക്തിയുള്ള, മാത്രമല്ല അവരുടെ തന്ത്രപരമായിരിക്കുന്ന ഈ രഹസ്യം ചോർത്തുന്ന സംവിധാനം, മൊസാദ് പോലെയുള്ള സംവിധാനങ്ങളുള്ള ഒരു രാജ്യം. ആ രാജ്യത്തെ എല്ലാ കാലത്തും ലോകരാജ്യങ്ങൾ പേടിച്ചാണ് നിന്നത്. അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അഭിമാനപരമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നു. ആ രാജ്യത്തിന് മേലെ നിരന്തരം അടി കിട്ടിയതോട് കൂടിയിട്ട് അവർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ഇത് അത്ര നല്ല കാര്യമല്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെ വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളൊരു ബോധ്യം ഇസ്രായേലിന് വരുത്തിയത് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ആ കാര്യമാണ് അവർ പറയുന്നത്. നിസ്സാരമായിട്ടുള്ള ഇടപെടലല്ല ഇറാൻ നടത്തിയത്, ശക്തമായിരിക്കുന്ന ഇടപെടലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആക്രമിക്കാത്ത രീതിയിൽ തന്നെ, ഇങ്ങോട്ട് ആക്രമണമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിക്കും എന്നുകൂടി അവർ തെളിയിച്ചതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിസ്സാരമായിരിക്കുന്ന ഒരു അക്രമമല്ല യഥാർത്ഥത്തിൽ ആര് നടത്തുന്നത്, ഇറാൻ നടത്തിയത്. ഇനി തങ്ങൾ വീണ്ടും ആക്രമിക്കും. അതൊരു പറയുകയും ചെയ്തിട്ടുണ്ട്. ലെബനാൻ ഒറ്റക്കല്ല, അത് തങ്ങളുടെ സഖ്യകക്ഷിയാണ്. തീർച്ചയായിട്ടും തങ്ങൾ അവരെ ആക്രമിക്കുക എന്നുള്ളത്, അവരാക്രമിക്കുന്നവരെ തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ആ ഒരു പ്രവൃത്തി മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, ഞങ്ങളത് ആവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അമേരിക്ക അടക്കം തളർന്നു പോയിരിക്കുന്ന ഒരു ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് അമേരിക്ക തന്നെ പറഞ്ഞു. അമേരിക്ക ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് പുകഞ്ഞു ചാടിയിട്ട് തിരിച്ചാക്രമണം നടത്തുകയും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ട അമേരിക്ക ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ചെയ്തത് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അവർ മൗനം പാലിച്ചിരിക്കുകയാണ്, ഒന്നും സംസാരിക്കാതെ. ഈ കാര്യത്തിൽ പ്രത്യേകമായ രീതിയിൽ ഒന്നും പറയാനില്ലാത്ത തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ എന്നുള്ളത് നിസ്സാരമല്ല, അതൊരു പ്രത്യേകതയുള്ള കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് യഥാർത്ഥത്തിൽ ഇതിനെപ്പോൾ ഇസ്രായേൽ മാറ്റിയിരിക്കുന്നു. അതവർ പറയുകയും ചെയ്തു.
ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് തങ്ങളുള്ളത്. അതുകൊണ്ടാണ് തിരിച്ച് ഇറാൻ ആക്രമിച്ചു. ഇറാൻ ആക്രമിച്ച സമയത്ത് ഇസ്ഫഹാൻ മേഖല, ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ്റെ മേഖല, തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനികർ താമസിക്കുന്ന ഇടങ്ങൾ, ഈ മേഖലയൊക്കെ ആക്രമണം നടത്തിയതായിരിക്കുന്ന സ്ഥിരീകരണം ഇറാൻ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം വീണ്ടും ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമാണ്, അല്ല ഗൗരവമുള്ള സംഭവമാണ്. അക്രമത്തിൽ അത് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല, തിരിച്ചടി വീണ്ടും ചെയ്തു. ആ തിരിച്ചടിയിലാണ് വൻ നാശനഷ്ടം ഉണ്ടായത്. ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സ്ഥിരീകരണ റിപ്പോർട്ടൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിശക്തമായിരിക്കുന്ന ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാൻ നടത്തിയത് എന്നുള്ളൊരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ലബനാൻ നേരെ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഭയാനകരമായിരിക്കുന്നതിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ അമേരിക്കയുടെ റോൾ എന്ന് പറയുന്നത് യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണം. ട്രംപ് പലതരത്തിലും രണ്ട് കൂട്ടരും സംയമനം പാലിക്കണം, യുദ്ധത്തിലുണ്ടാവരുത്, സമാധാനം ഒന്നിനും പോവുകയല്ല. ഇത് ആരാ പറയുന്നത്? ഡൊണാൾഡ് ട്രംപ് പറയുന്നു സമാധാനം ഒന്നിനും പോവുകയല്ല എന്നുള്ളത്. ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ച് തകർത്ത് അവരുടെ ആത്മീയ നേതാവിനെ പോലും കൊലപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ രസകരമായിരിക്കും ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്നതാണ്, ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി താൻ ശ്രമിക്കുകയാണ് എന്നൊരു പ്രസ്താവന ഈ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരികയും ഈ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇറാനിൽ വെച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചന നടത്തിയിട്ട് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നവർ ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളൊരു ചർച്ചയ്ക്കും ഇല്ല. ചർച്ച എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് എങ്ങനെ ചർച്ച നടത്തുക? അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയോണ്ട് കാര്യമില്ല. ചതിയന്മാരാണ് അവരൊരിക്കലും കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ല. കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം അവർ പറയില്ല. അങ്ങനെ ആ തരത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ഇറാൻ്റെ ഭാഗത്തുള്ള മറുപടികൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കുഴഞ്ഞു പോകുന്നത്. കരാർ വ്യവസ്ഥ ഞങ്ങൾ തരും, ആ കരാർ വ്യവസ്ഥ അമേരിക്ക പാലിക്കണം എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത രീതികൾ എന്താണ് എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ടുള്ള അമേരിക്കയുടെ നിലപാട്? യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായ രീതിയിൽ ഇറാന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം അല്ല വരുന്നതെങ്കിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. കീഴടങ്ങുകയാണെങ്കിലോ ഭാവിയിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസം അമേരിക്ക അനുഭവിക്കേണ്ടി വരും. ഏതായിരുന്നാലും വലിയ പ്രതിസന്ധിയിലാണ്, വലിയ പ്രയാസത്തിലാണ് ഇപ്പോഴത്തെ നിലവിൽ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.